ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതു മുതൽ തന്നെ ഇറാനെ സംബന്ധിച്ച് അവരുടെ കഷ്ടകാലവും ആരംഭിച്ചു എന്ന് തന്നെ പറയാം. ബൈഡൻ ഭരണകൂടത്തെ അപേക്ഷിച്ച് എല്ലാ കാര്യങ്ങളും കർശനമായ നിലപാട് സ്വീകരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ ശരിക്കും ഇറാന് ഭയം തന്നെയാണ്. നേരത്തെ പലവട്ടം ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവ സംവിധാനങ്ങൾ തകർക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ ഏതായാലും കഴിഞ്ഞ ദിവസം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ വരുന്ന ശനിയാഴ്ച ഇറാനുമായി ഒമാനിൽ വെച്ച് നേരിട്ട് ഈ വിഷയത്തിൽ ചർച്ച നടത്താൻ ട്രംപ് തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ചർച്ചകൾക്കായി എല്ലാവിധ തയ്യാറെടുപ്പുകളും നടക്കുമ്പോഴും ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പരസ്യമായി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇറാന്റെ ഭാഗത്തു നിന്ന് മോശമായ നീക്കം ഉണ്ടാവുകയും ചർച്ച പരാജയപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ഇതിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ്. അതായത് തങ്ങൾ ആക്രമിക്കും എന്ന് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഒമാനിൽ ചർച്ചയ്ക്കെത്തുമ്പോൾ തങ്ങൾ പറയുന്നത് അനുസരിക്കാൻ തന്നെയായിരിക്കണം ഇറാൻ എത്തേണ്ടത് എന്നാണ് ഇതിൽ നിന്ന് ട്രംപ് നൽകുന്ന ഒരു സൂചന. ഇറാന് ഒരു കാരണവശാലും ആണവായുധം കൈവശം വയ്ക്കാൻ കഴിയുകയില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ഇറാന്റെ വികസനം, ഇറാന്റെ വളർച്ചയാണ് അമേരിക്ക എക്കാലത്തും ആഗ്രഹിക്കുന്നത് എന്നും അമേരിക്കൻ വ്യവസായ സംരംഭങ്ങൾ വേണമെങ്കിൽ ഇറാനിൽ തുടങ്ങാമെന്നൊക്കെ ട്രംപ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇറാന്റെ നിലപാട് എന്താണെന്നുള്ള കാര്യത്തിൽ അവർ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഇറാൻ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.